എനിക്കിപ്പോൾ ഫോൺ വഴി ഒരു സേവനവും കൊണ്ടതായിട്ട് അറിയില്ല. ബാങ്കായിരുന്നാലും എല്ലാം ഞാൻ സ്വന്തമായിട്ട് പോവുക, എടുക്കുക. എനിക്ക് ഇതിൽ കോൾ വരിക, അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളേ ഉള്ളൂ. പല സർക്കാർ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ക്യൂ നിൽക്കുന്നതിനാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആയാലും ശരി, വാട്ടർ അതോറിറ്റി ആയാലും ശരി, ഇതുപോലെ പൈസ അടയ്ക്കുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുകയല്ലേ. എനിക്ക് പിന്നെ എല്ലാവരും ഫോണിൽ കൂടെ അങ്ങ് ചെയ്യാമല്ലോ. ഈ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഫോണിൽ കൂടെ ചെയ്യാനല്ലേ ഉള്ളൂ. അല്ല, ഗവൺമെന്റ് ആയിട്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ടോ ഇങ്ങനെ ഒരു കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഇല്ലെങ്കിൽ അത് കൊടുത്താൽ മാത്രമേ. സാർക്ക് ഗൂഗിൾ പേ സംവിധാനങ്ങളെ പറ്റി അത് വെറും തട്ടിപ്പ്. അതൊക്കെ ഒരു ബിസിനസ് മൈൻഡാണ്. അത് സേവനമായിട്ട്, പൊതുജനങ്ങളുടെ സേവനമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റില്ല. മിക്കവാറും ശരിയായിരിക്കാം. കാര്യമെന്ന് വെച്ചാൽ അത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നതാണല്ലോ. വയസ്സായ വയോധികർ വരെ പങ്കെടുക്കുന്നുണ്ട്. അത് വിജയിക്കുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാം ഡിജിറ്റലാണ്. നമ്മൾ നാടേ ഡിജിറ്റലാണ് എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുന്ന കുട്ടികൾ വരെ നമുക്ക് അറിഞ്ഞുകൂടാത്തത് മൊബൈലിൽ അവർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇത് അതിനുള്ള ഇത് പഠിപ്പിച്ച് കൊടുക്കാനോ എടുക്കാനുള്ള ഒരു ഏർപ്പാട് വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ഫോൺ കൊണ്ട് കൊടുത്ത് ഫോണിൽ എല്ലാം ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയില്ലല്ലോ. ആ ഫോൺ കൊണ്ടുവന്നത് എങ്ങനെയാണ് ഡീൽ ചെയ്യും, എങ്ങനെയാണ് അത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് മറ്റേ ആളുകളെ ആശ്രയിച്ചിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതൊക്കെയാണ് കാര്യം. വികസനത്തിന്റെ നിരവധി നേട്ടങ്ങൾ കൈവരിച്ച കേരളം മറ്റൊരു മഹത്തായ നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഇതിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നടത്തിയത്. 14 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 99% കേരളീയർക്കും ഡിജിറ്റൽ സാക്ഷരതയുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അവകാശം. ഇത് സത്യമാണ്. നമുക്ക് സാധാരണക്കാരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ചേട്ടന് സ്മാർട്ട് ഫോൺ ഉണ്ടോ? സ്മാർട്ട് ഫോൺ ഉണ്ടോ? ഫോണുണ്ട്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാം? ഇല്ല, അറിയില്ല. ഫോൺ വന്നാൽ എടുക്കാൻ അറിയാം, പിന്നെ അതേപോലെ തിരിച്ച് വിളിക്കാനും അറിയാം. ഗൂഗിൾ പേ പറ്റിയുള്ള കാര്യം? ഗൂഗിൾ പേ ചെയ്യാൻ അറിഞ്ഞൂടാ. ഗൂഗിൾ പേ നമ്മളെ ഫോണിൽ നിന്ന് എടുക്കുകയോ കാണുകയോ ചെയ്യാം, അതേ ഉള്ളൂ. അല്ലാതെ അങ്ങോട്ട് ഇടാനുള്ള ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ ചേട്ടൻ ഇതുവരെ ഫോണിലൂടെ പണം അടച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. കറണ്ട് ബില്ല് അടയ്ക്കാം, വാട്ടർ ബില്ല് അടയ്ക്കാം? ഇല്ല, ഒന്നും അങ്ങനെയുള്ള ഒരു സംഭവം ചെയ്തിട്ടില്ല. അപ്പൊ ഫോണിൽ കൂടെ സർക്കാരിന്റെ സേവനങ്ങൾ എന്തെങ്കിലും ചേട്ടന് ഫോണിലൂടെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. ചേട്ടന് ഫോണിലൂടെ എന്തെങ്കിലും ഒരു സേവനം നടത്തണം, അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരാണ് നടത്തി തരുന്നത്? സേവനം ഫോൺ വഴി നടത്താൻ തരുന്ന സേവനം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഫോൺ വഴി ഒരു സേവനവും കൊണ്ടതായിട്ട് അറിയില്ല. ബാങ്കായിരുന്നാലും എല്ലാം ഞാൻ സ്വന്തമായിട്ട് പോവുക, എടുക്കുക. എനിക്ക് ഇതിൽ കോൾ വരിക, അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളേ ഉള്ളൂ. അപ്പോൾ സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടി എന്ന് പറയുന്നത് വെറുതെയാണോ? അതിനെപ്പറ്റി അറിയില്ല. എനിക്ക് അതുമായിട്ടൊരു പരിചയമില്ല. മനസ്സിലായില്ലേ? പരിചയമില്ല. എനിക്ക് പരിചയമില്ലാത്ത കാര്യം നമുക്ക് പരിചയമില്ലെന്നല്ലേ പറയാൻ നോക്കുള്ളൂ. അങ്ങനെ ചെയ്തുള്ള ശീലം ഇല്ല. സ്മാർട്ട് ഫോണുണ്ട്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനുള്ളത് വ്യക്തമായിട്ട് സാധനം അറിയാമോ? അത്യാവശ്യ കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് വാട്സാപ്പ് ഉപയോഗിക്കണം, അത് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം യൂട്യൂബൊക്കെ നോക്കണം. അപ്പോൾ എൻ്റെ റിക്രിയേഷനൊക്കെ യൂട്യൂബ് നോക്കണം, അങ്ങനെ പറ്റും. പിന്നെ ഗൂഗിൾ പേ ചെയ്യാണെങ്കിൽ അത് ചെയ്യും. അങ്ങനെയുള്ള മിനിമം ഫെസിലിറ്റി പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാർ ഗൂഗിൾ പേയിലൂടെ കറണ്ട് ബില്ല് അടയ്ക്കുക, അതുപോലെ തന്നെ വാട്ടർ ബില്ല് അടയ്ക്കുക, അതുപോലുള്ള സേവനങ്ങൾ അങ്ങനെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അന്ന് ചെയ്തിട്ടുണ്ട്. സാറിന് സർക്കാരിന്റെ സേവനങ്ങൾ എന്തെങ്കിലും മൊബൈൽ ഫോൺ വഴി കിട്ടുന്നുണ്ടോ? സർക്കാർ സേവനം ഒന്നും ഇതുവരെ ഞാൻ ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ലഭ്യമാക്കിയിട്ടില്ല എന്നാണ്. കാര്യം ഞാനൊരു സീനിയർ സിറ്റിസണാണ്. അപ്പം അവർക്ക് വേണ്ടി എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ ഒന്നും ആക്കിയിട്ടില്ല. സാർ, ഈ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയെന്ന് സർക്കാർ പറയുന്നതിൽ വാസ്തവമുണ്ടെന്ന് സാർ വിശ്വസിക്കുന്നു? ഒരിക്കലും ഇല്ല. കാരണം ഞാൻ നിൽക്കുന്ന ആ ഒരു ഏജിലും അതിൻ്റെ മേളിലുള്ള ഒരുപാട് ജീവിക്കാൻ വേണ്ടിയെങ്കിലും ആക്റ്റീവാണ്. അവർക്കൊന്നും ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല. അത് ഗവൺമെൻറ് അവർക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാനുള്ള സംവിധാനമോ ഒന്നും ഉണ്ടായില്ല. കാരണം ഞാൻ തന്നെ എൻ്റെ ആവശ്യത്തിന് പഠിച്ചെടുത്താണ്. അപ്പോൾ സർക്കാർ മേഖലയിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് നിൽക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ അവരുടെ ജോലി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ട്രെയിനിങ്ങിന് പോവുകയോ അല്ലെങ്കിൽ അത് സ്വയം നേടിയെടുക്കുകയോ ചെയ്ത് അത് എനിക്കറിയാവും. അല്ലാതെ ഗവൺമെൻറ്റായിട്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ടോ ഇങ്ങനെ ഒരു കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഇല്ലെങ്കിൽ അത് കൊടുത്താൽ മാത്രമല്ല ഇപ്പം ADHD പോലത്തെ അസുഖങ്ങൾ ഇങ്ങനെയുള്ള ചില അല്ലെങ്കിൽ പിന്നെ ഈ മെൻ്റലി റിട്ടാർഡഡ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് സമൂഹത്തിലുണ്ട്. ഇതിൽ ചിലർ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും, പക്ഷെ അവർക്കൊരിക്കലും സമ്പൂർണ്ണ സാക്ഷരത തയ്ക്കാനുള്ള ഒരു
പെർസെൻറ്റേജിലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരിക്കലും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറ്റില്ല, പക്ഷേ ഒരു പരിധിവരെ ഇറ്റ് ഈസ് പോസിബിൾ. ഒരു താല്പര്യം കുറവ് കൊണ്ട് തന്നെയാണ്, അത് എടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല. സാധാ ഫോൺ മതി എനിക്ക് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യണം. ഞാൻ അത്ര അതിൽ കവിഞ്ഞ് കൂടുതൽ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളിലോട്ടൊന്നും ഞാൻ കിടക്കാറില്ല. സാർക്ക് ഗൂഗിൾ പേ സംവിധാനങ്ങളെ പറ്റി അത് വെറും തട്ടിപ്പ്, അതൊക്കെ ഒരു 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 ബിസിനസ് മൈൻഡാണ്. അത് സേവനമായിട്ട് പൊതുജനങ്ങളുടെ സേവനമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റില്ല. ദെൻ ഓൺലി ബിസിനസ്. സാർ ഫോണിലൂടെ പണം അയച്ചിട്ടുണ്ടോ? കറണ്ട് ബിൽ അടയ്ക്കാനോ വാട്ടർ ബിൽ അടയ്ക്കാനോ എന്തെങ്കിലും പോലും ഞാനെല്ലാം നേരിട്ട് ഡയറക്റ്റായിട്ട് കൊണ്ടടയ്ക്കാറുണ്ട്. സാറിന് സർക്കാരിന്റെ സേവനങ്ങൾ എന്തെങ്കിലും മൊബൈൽ ഫോൺ വഴി ലഭിച്ചിട്ടുണ്ടോ? സാർ ഇല്ല സാറേ, അങ്ങനൊന്നും സർക്കാർ സേവനം എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് പത്രത്തിൽ കൂടിയുള്ള പരസ്യമല്ലാതെ സാധാരണക്കാരുടെ ഇടയിലോ ഇടത്തരക്കാരുടെ ഇടയിലൊന്നും അത് എത്തിച്ചേർന്നിട്ടില്ല. ചുമ്മാ തട്ടിപ്പ്. അപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടി എന്ന് പറയുന്നത് തട്ടിപ്പ് വെറുതെ. സാർ സ്മാർട്ട് ഫോൺ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണ്. അതെ. സ്മാർട്ട് ഫോൺ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയായിട്ടാണ് സാർ? ഓൺലൈനായിട്ട് എല്ലാം കാണാം, കേൾക്കാം, അതിനുള്ള പ്രയോജനങ്ങളുണ്ട്. സാർ ഗൂഗിൾ പേ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താറുണ്ടോ? ഗൂഗിൾ പേ സേവനമുണ്ട്, ചെയ്യുന്നുണ്ട്. സാർ ഫോണിലൂടെ പണം അയച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വയമായിട്ട് അയച്ചതാണോ മറ്റൊരാളുടെ സഹായത്തോടു കൂടി? എനിക്ക് ബിസിനസ്സാണ് ഇവിടെ താഴെ തന്നെ. അങ്ങനെ കസ്റ്റമേഴ്സൊക്കെ ഗൂഗിൾ പേ ആണ് ചെയ്യാറ്. സ്വദേശം ആലപ്പുഴയാണ്. ഞാൻ അവിടുത്തെ വീട്ടിലെയും ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, പിന്നെ മുനിസിപ്പൽ ടാക്സ് എല്ലാം അടയ്ക്കുന്നത് ഓൺലൈൻ വഴിയാണ്. സർക്കാർ സേവനങ്ങൾ എന്തെങ്കിലും ഫോൺ വഴി ലഭിച്ചിട്ടുണ്ടോ? സർക്കാർ സേവനങ്ങൾ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. എനിക്ക് ഇത് ക്ഷേമ പെൻഷനുണ്ട്, അത് ബാങ്കിൽ വരുമ്പോഴത്തേക്ക് മെസ്സേജ് വരാറുണ്ട്. സാർ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടി എന്ന് പറയുന്നുണ്ട്, അതിൽ സത്യമുണ്ടെന്ന് സാറിന് തോന്നുന്നു? മിക്കവാറും ശരിയായിരിക്കാം. കാര്യമെന്ന് വെച്ചാൽ അത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നതാണല്ലോ. വയസ്സായ വയോധികർ വരെ പങ്കെടുക്കുന്നുണ്ട്. അത് വിജയിക്കുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഗൂഗിൾ പേ സേവനങ്ങൾ അതിൽ പ്രയോജനപ്പെടുത്താറുണ്ട്? ഉണ്ട്. ഫോണിലൂടെ പണം അയക്കാനും മാത്രമല്ല കറണ്ട് ബില്ല് അടയ്ക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട്. സാറിന് സർക്കാരിൻ്റെ എന്തെങ്കിലും സേവനങ്ങൾ ഫോൺ വഴി ലഭിക്കുന്നുണ്ടോ? ഉണ്ട്. എന്താണ്? എനിക്ക് പല സഹായങ്ങളെന്ന് വെച്ചാൽ എൻ്റെ എന്തെങ്കിലും ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അതിൽ സർക്കാരിൻ്റെ എന്തൊക്കെ ഇൻറ്റിമേഷൻ ഉണ്ടെങ്കിലും എനിക്കത് ഫോണിൽ വരാറുണ്ട്. എൻ്റെ ഇതിൻ്റെ മെഡിക്കലിൻ്റെതോ അരിയറിൻ്റെതോ മറ്റുള്ള അതായത് സർക്കാരുമായിട്ടുള്ള എന്ത് ബന്ധമുണ്ടെങ്കിലും എൻ്റെ ഇൻഷുറൻസിൻ്റെ എല്ലാ ഇതും എനിക്ക് ഫോണിൽ വരാറുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടി എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നതിൽ ഒരു 85% വരെ ഉറപ്പാണ്. കാരണം നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാം ഡിജിറ്റലാണ്, നമ്മൾ നാടേ ഡിജിറ്റലാണ് എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുന്ന കുട്ടികൾ വരെ നമുക്ക് അറിഞ്ഞുകൂടാത്തത് മൊബൈലിൽ അവർ ചെയ്യുന്നുണ്ട്. ഒരു 3 വയസ്സുള്ള കുട്ടികളൊക്കെ അത് ചെയ്യുന്നുണ്ട്, നമുക്ക് പോലും അറിയാത്ത ഡിജിറ്റൽ ആയിപ്പോയി. ഇനിയിപ്പോൾ വേറെ മാറ്റത്തിലൊന്നും കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്കത് ആണ് ഇത്രയും എന്ന് വെച്ചാൽ ഡിജിറ്റൽ ആയിപ്പോയി. ഇനി വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഫോണുണ്ട്. ഗൂഗിൾ പേ പോലുള്ള സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. അപ്പം കറണ്ട് ബില്ല് അടയ്ക്കുക അല്ലെങ്കിൽ വാട്ടർ ബില്ല് അടയ്ക്കുക അങ്ങനെയുള്ള ഒരു സേവനത്തിന് ചേട്ടൻ ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? ഇല്ല, അടച്ചിട്ടില്ല. സർക്കാരിന്റെ സേവനങ്ങൾ എന്തെങ്കിലും മൊബൈൽ ഫോൺ വഴി ലഭിക്കുന്നുണ്ടോ? സർക്കാർ ഹെൽത്തിൻ്റെ ഒക്കെ മൊബൈൽ ഫോൺ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാം. ഹെൽത്തിനെ സംബന്ധിച്ച് ചേട്ടന് ഫോൺ വഴി നടത്തേണ്ട കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്തു തരുന്നത്? ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നില്ല. ഫോൺ വഴി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ മൊബൈലും പിന്നെ ഇങ്ങോട്ട് വരുന്ന ഫോൺ അറ്റൻഡ് ചെയ്യുക, അങ്ങനെയുള്ളതാണ്. ബാക്കി അങ്ങനെയാണെങ്കിൽ സർക്കാർ പറയുന്ന ഈ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടി എന്ന് പറയുന്നത് പരിപൂർണമായും സത്യമാണോ? എല്ലാവർക്കും ഇത് അതിനുള്ള ഇത് പഠിപ്പിച്ച് കൊടുക്കാനോ എടുക്കാനുള്ള ഒരു ഏർപ്പാട് വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ഫോൺ കൊണ്ട് കൊടുത്ത് ഫോണിൽ എല്ലാം ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയില്ലല്ലോ. ആ ഫോൺ കൊണ്ടുവന്നത് എങ്ങനെയാണ് ഡീൽ ചെയ്യും, എങ്ങനെയാണ് അത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് മറ്റേ ആളുകളെ ആശ്രയിക്കല് ചെയ്യാൻ കഴിയുള്ളൂ. അതൊക്കെയാണ് കാര്യം. ഡിജിറ്റൽ സാക്ഷരതയിൽ 1ാം സ്ഥാനം നമ്മുടെ കേരള സംസ്ഥാനം സർക്കാർ അവകാശപ്പെടുന്നു. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതിനെപ്പറ്റി പൂർണ്ണമായിട്ടും അങ്ങനെ അർഹതപ്പെട്ടു എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഉദാഹരണത്തിന് ഇവിടെ ഇലക്ട്രിസിറ്റി ബിൽ നോക്കിയാൽ മതി. അവിടുത്തെ ക്യൂ
പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു 20% ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. സാധാരണ ഫോണല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 100% ഇങ്ങനെ നേട്ടം അതിലൂടെ നേടിയെന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. നേടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പലരും ഗൂഗിൾ പേ ചെയ്തത് ഫോണിൽ കൂടെ അല്ലേ? പലരും ചെയ്യുന്നുണ്ട്, ഓക്കെ, ചെയ്യുന്നുണ്ട്. ചെയ്യാത്തവരൊത്തിരി ഉണ്ടല്ലോ. അത് നമ്മളിതിൽ കണക്ക് എടുത്താലല്ലേ പൂർണ്ണമായിട്ടും സാക്ഷരതയുടെ അർഹതപ്പെട്ടു എന്ന് അവകാശപ്പെടാൻ പറ്റും. പല സർക്കാർ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ക്യൂ നിൽക്കുന്നതിനാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആയാലും ശരി, വാട്ടർ അതോറിറ്റി ആയാലും ശരി, ഇതുപോലെ പൈസ അടയ്ക്കുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുകയല്ലേ. പിന്നെ എല്ലാവരും ഫോണിൽ കൂടെ അങ്ങ് ചെയ്യാമല്ലോ. ഈ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഫോണിൽ കൂടെ ചെയ്യാനല്ലേ ഉള്ളൂ. സർക്കാർ പറയുന്നുണ്ട്, അതിലെത്ര സത്യമാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ വയ്യ. ഞാൻ സ്മാർട്ട് ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ മിക്കവാറും ഞാൻ എല്ലാ കാര്യത്തിനും ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ കൂടുതൽ അതിലോട്ട് പോയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ല്, വാട്ടർ ബില്ലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളെ കൊടുത്താണ് ഈ സംഭവം ചെയ്യുന്നത്. കാര്യം ഈ സ്മാർട്ട് ഫോണ് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഉപയോഗിക്കാൻ അറിയാൻ വയ്യ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫോൺ കൊടുത്തു എന്ന് പറയുന്നു, അതിൽ എത്ര പേർക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു ട്രെയിനിങ് കൊടുക്കാൻ സർക്കാർ തയ്യാറാണോ എന്ന് ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സ്മാർട്ട് ഫോണല്ലേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോൺ അത്യാവശ്യമാണ്. അത് ഇല്ലാതെ നമുക്ക് ഇപ്പോൾ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. ഏത് കാര്യത്തിനും ഫോൺ വേണമല്ലോ. ഇപ്പം നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ തന്നെ പണ്ട് നമ്മൾ കടയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് ഇതിൽ തന്നെ ചാർജ് ചെയ്യാം. ആ ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിയിരിക്കുകയാണ്. പ്രായമുള്ള ആൾക്കാർ മിക്കവാറും അവർ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ തന്നെയാണ്. പക്ഷേ അവർക്ക് ഓപ്പൺ ചെയ്യാൻ തന്നെ അറിയാമോ എന്ന് ഒരു ചെറിയൊരു സംശയമുണ്ട്. ഫോൺ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. ഇതൊക്കെ അറിയാം. അതില് ഫോൺ വിളിക്കാൻ അറിയാമോ? വിളിച്ചു തന്നാ പറയും, കാര്യം പറയും. വിളിച്ചു തന്നാ. അതിന് ഗൂഗിൾ പേ ഒക്കെ ചെയ്യാൻ അറിയാമോ? പൈസ അടയ്ക്കാനൊക്കെ അറിയാമോ? അറിഞ്ഞൂടാ. കറണ്ട് ബില്ലൊക്കെ ഒന്നും അറിഞ്ഞൂടാ. ഈ ഫോണിനെ പറ്റി വേറെ എന്തറിയാം? ഫോണിനെ പറ്റാനും ഫോൺ വന്നാ ഫോൺ എടുക്കും. കൊച്ചി ഫോണേ വന്നാ എടുക്കും, സംസാരിക്കും. അല്ലാതെ ഒന്നും അറിഞ്ഞൂടാ. അതിൽ കൂടെ പൈസ അടയ്ക്കാനോ? ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ ഈ കറണ്ട് ബില്ലൊക്കെ എന്ത് ചെയ്യും? കറണ്ട് ബില്ലൊക്കെ മക്കൾ അടയ്ക്കും. ഫോണിൽ കൂടെയാണോ കൊണ്ടടയ്ക്കുമോ? കൊണ്ടടയ്ക്കും. എന്റെ കയ്യിലൊരു കൊച്ചു ഫോണാണ്, വേറെ ഫോണൊന്നും എനിക്ക് ഉപയോഗിക്കാറുണ്ട്. ഈ ഫോൺ വിളിക്കാനൊക്കെ അതൊക്കെ അറിയാം. ഡയലിയൊക്കെ അറിയാം? അറിയാം. ഇതിന് മെസ്സേജ് വന്നാലൊക്കെ എടുക്കറിയാം? എടുക്കറിയാം. മെസ്സേജ് അയക്കറിയാമോ? മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ ഇതിൽ കൂടെ ഈ വലിയ ഫോണിൽ നിന്ന് പൈസ അടയ്ക്കാൻ അറിയാം? ഇല്ല, പറഞ്ഞു തന്നാ അറിയാം. കറണ്ട് ബില്ലോ? ഇല്ല ഇല്ല. ഗൂഗിൾ പേ ഒക്കെ ചെയ്യാൻ അറിയാമോ? ഇല്ല. അപ്പൊ കറണ്ട് ബില്ലൊക്കെ എങ്ങനെയാണ് അടയ്ക്കുന്നത്? മോനാണ് അടയ്ക്കുന്നത്, മോന്റെ ഫോണിൽ. ഇല്ലെങ്കിൽ അവിടെ കൊണ്ട് ഇല്ലെങ്കിൽ അവിടെ അടയ്ക്കും. അവര് ഫോണിൽ കൂടെ ഓൺലൈൻ വഴി അടച്ചു കൊടുക്കും. അല്ലാതെ ഈ ഫുഡൊക്കെ ബുക്ക് ചെയ്യാൻ അറിയാമോ? ഫോണിൽ കൂടെ ഫുഡൊക്കെ അവൻ ബുക്ക് ചെയ്യും, ഞാൻ ബുക്ക് ചെയ്യില്ല. അറിയാമോ? എനിക്കറിയില്ല. ഈ ഡിജിറ്റൽ മൊബൈൽ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അത് സമ്പൂർണ്ണ ലോകത്തുള്ള കാര്യങ്ങള് പൂർണ്ണമായി അറിയുക, നമുക്കറിയാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് എന്നാണ് എനിക്ക് എന്റെ അറിവ്. ഫോൺ ഉപയോഗിക്കാറുണ്ടോ? എങ്ങനത്തെ ഫോണാണ്? വലിയ ഫോണാണ്? ചെറുത് ഫോൺ എടുക്കാനും സംസാരിക്കാനൊക്കെ അറിയാം? ഫോണിൽ കൂടെ പൈസ അടയ്ക്കാനൊക്കെ അറിയാമോ? അതറിഞ്ഞൂടാ. മെസ്സേജ് വന്നാൽ എടുക്കാറിഞ്ഞൂടാ. പിന്നെ എന്തൊക്കെ അറിയാം ഫോണിൽ കൂടെ? ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് വിളിക്കും, അങ്ങോട്ടും വിളിക്കും. അത്ര തന്നെ. മെസ്സേജ് ഇടാനൊന്നും അറിഞ്ഞൂടാ? ഫോണിൽ പൈസ അടയ്ക്കാനും അറിഞ്ഞൂടാ? ഈ കറണ്ടിന്റെ പൈസക്ക് ആരൊക്കെയാണ് അടയ്ക്കുന്നത്? അത് ആരെങ്കിലും കൊടുത്തു വിടും. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഓൺലൈൻ വഴി. അതാരടയ്ക്കുക? രണ്ടും അങ്ങനെ തന്നെ അടയ്ക്കുന്നത്. അതിന് ഓൺലൈനിൽ അക്ഷയ പോകും? ഇല്ല, ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് ഈ ഇതുണ്ട് കട, അതിൽ കമ്പ്യൂട്ടറിൽ. ഇപ്പൊ ഫോണൊക്കെ എങ്ങനെ ചാർജ് ചെയ്യും? അതിവിടെ നെടുങ്കാട്ടി കൊണ്ടുപോയി ചാർജ് ചെയ്യും. കടയിൽ കൊടുക്കാം. ഫോണിനെ പറ്റി വേറെ ഒന്നും അറിഞ്ഞൂടാ? വിളിക്കാൻ മാത്രം അറിയാം? വന്നാ ഫോൺ എടുക്കാം, അത്ര അറിയാം. ഫോണുണ്ടാ? ഉണ്ട്. കൊച്ചു ഫോണോ വലിയ ഫോണോ? കൊച്ചു ഫോണ്. വലിയ ഫോൺ ഉപയോഗിക്കാൻ അറിയാമോ? അറിഞ്ഞൂടാ. അതിന് നമുക്ക് പൈസയൊക്കെ അടയ്ക്കാൻ അറിയാമോ? ഈ ടെലിഫോൺ ബില്ലും കറണ്ട് ബില്ലും? അതൊന്നും അറിഞ്ഞു. അതൊക്കെ മോനല്ലേ ചെയ്യണത്, അതുകൊണ്ട് അതൊന്നും അറിഞ്ഞൂടാ. ഈ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ അറിയാമോ? അതിന് ചാർജ് ചെയ്യാൻ ഇവിടെ അതിന് ചെറിയ ഫോൺ അറിയാം. അറിയാമോ? അതിന് മെസ്സേജ് ഒക്കെ എടുക്കാനും? അതൊന്നും അറിഞ്ഞൂടാ. മെസ്സേജ് അയക്കാൻ അറിയാമോ? എന്തറിയാം? ഫോണിനെ പറ്റി എന്തറിയാം? ആരെങ്കിലും വന്നാ വിളിക്കും, അതല്ലാതെ മക്കളെ വിളിക്കും, അത്രേ ഉള്ളൂ. അങ്ങോട്ട് വിളിക്കാനും അറിയാം? ഫോണുണ്ട്, ചെറിയ ഫോൺ. വലിയ ഫോണിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ.
ഒന്നും അറിഞ്ഞൂടാ. ആരും ചോദിച്ചിട്ടില്ല? ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞൂടാ. ഗൂഗിൾ പേ ചെയ്യാന്നുള്ള പരിപാടി ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ ഈ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചാൽ എനിക്ക് അന്ന് അറിഞ്ഞൂടാ. ഞാൻ പൈസ മാത്രമാണ് പെരുമാറുന്നത്. വേറെ ഒന്നും അറിയില്ല. വേറെ ഒന്നും അറിഞ്ഞൂടാ. പഠിക്കാൻ താല്പര്യം? എനിക്ക് ഞാൻ സാധാരണ ഫോൺ, എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞൂടാ. ഇംഗ്ലീഷ് പോലെ വായിക്കാനൊന്നും അറിഞ്ഞൂടാ. ഞാൻ 8ാം ക്ലാസ്സുകാരനാണ്. പഠിക്കാൻ താല്പര്യം? പഠിക്കാൻ താല്പര്യമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ പറഞ്ഞു തന്നാൽ അറിയാം. അല്ലാതെ ഞാൻ പറഞ്ഞൂടാ. 18 വർഷം കൊണ്ട് ഈ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേറെ ഫോണിനെ കുറിച്ച് അറിഞ്ഞൂടത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഫോണുണ്ടോ? ഉണ്ട്, ചെറുത് വലിയ ഫോൺ പറ്റി ഉപയോഗിക്കാൻ അറിയാമോ? അറിഞ്ഞൂടാ. ഗൂഗിൾ പേ പറ്റി അറിയാം? വലിയ ഫോണില് അറിഞ്ഞൂടാ. അതിന് കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള പരിപാടി അറിയാമോ? അറിഞ്ഞൂടാ. നമ്പർ കിട്ടുമ്പോഴത്തേക്ക് നമ്പർ ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്ക് അതിന്റെ മറുപടി പറയും. പിന്നെ ഞാൻ ഈ ഫോൺ അടിച്ചു വിളിക്കും. ഇത്ര തന്നെ. മെസ്സേജ് ഒക്കെ അയക്കാം? അറിഞ്ഞൂടാ. അങ്ങനെയാണ് ഇപ്പൊ പെൻഷൻ പോയത്. മെസ്സേജ് വന്ന എടുക്കാൻ അറിയാമോ? ഇല്ല, ഞാൻ ഇവിടെ രാമുവിന്റെ ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തേ ഉള്ളൂ.